ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ലെമൺ അല്ലേ, അല്ലെങ്കിൽ ചെറുനാരങ്ങ എന്ന് പറയും. പക്ഷെ നമുക്കറിയില്ല എത്രത്തോളം ഇതിൽ ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്തൊക്കെ രീതിയിൽ നമ്മൾ സ്കിന്നിനാണെങ്കിൽ, നമ്മൾ ഡയറ്റ് ആണെങ്കിലും, വെയിറ്റ് മാനേജ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ലെമൺ. ചില ആൾക്കാർ പറയും എസിഡിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അത് ഒഴിവാക്കിയ ആൾക്കാരും ഉണ്ടാവും. പക്ഷെ കറക്റ്റായിട്ട് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ലെമൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വെയിറ്റ് മാനേജ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനാണെങ്കിൽ ഓവറോൾ നമ്മളെ ഹെൽത്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെമൺ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ സരസ കെ, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ. ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ലെമൺ അല്ലേ, അല്ലെങ്കിൽ ചെറുനാരങ്ങ എന്ന് പറയും. പക്ഷെ നമുക്കറിയില്ല എത്രത്തോളം ഇതിൽ ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്തൊക്കെ രീതിയിൽ നമ്മൾ സ്കിന്നിനാണെങ്കിൽ, നമ്മൾ ഡയറ്റ് ആണെങ്കിലും, വെയിറ്റ് മാനേജ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ലെമൺ. ചില ആൾക്കാർ പറയും എസിഡിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അത് ഒഴിവാക്കിയ ആൾക്കാരും ഉണ്ടാവും. പക്ഷെ കറക്റ്റായിട്ട് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ലെമൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വെയിറ്റ് മാനേജ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനാണെങ്കിൽ ഓവറോൾ നമ്മളെ ഹെൽത്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെമൺ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എപ്പോഴും നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിലോട്ടേക്ക് ഒരു സൈഡായിട്ട് ലെമണും ഉണ്ടാവും അല്ലേ, അതായത് ചെറുനാരങ്ങ. അപ്പം നമുക്കറിയില്ല, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ സമ്മർ സീസണിലായിരിക്കും ചെറുനാരങ്ങ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതായത് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ വരാൻ വേണ്ടിയിട്ട് നാരങ്ങൻ്റെ വെള്ളം അല്ലെങ്കിൽ നാരങ്ങ സോഡയൊക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ കോവിഡിൻ്റെ സമയത്തായിരിക്കും കൂടുതൽ ആൾക്കാർ ഈ ചെറുനാരങ്ങേൻ്റെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. നമ്മൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ചെറുനാരങ്ങ കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ചെറുനാരങ്ങ ഒത്തിരി എന്താ പറയുക നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി എന്ന് വേണ്ടിയെങ്കിൽ നമുക്ക് പറയാം. കാരണം ആ സമയത്ത് ഒരുപാട് പേര് ചെറുനാരങ്ങ ഉപയോഗിച്ചിട്ടുള്ള പല രീതിയിലുള്ള, അതായത് ഈവൻ ജ്യൂസ് ആണെങ്കിലും അതുപോലെ തന്നെ സ്കിന്നിനാണെങ്കിലും ഒത്തിരി പേര് പല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ജ്യൂസിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും, ഡയറ്റിലൊക്കെ ഒരുപാട് പേര് ആഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഏജിങ്. നമ്മൾ സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടെങ്കിൽ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ചെറുനാരങ്ങയിൽ വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത്. വൈറ്റമിൻ സി അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ്. അപ്പോൾ ഇത് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയതുകൊണ്ട് തന്നെ സ്കിൻ ഡാമേജ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യരുത്. അതിൻ്റെ കൂടെ 1 അല്ലെങ്കിൽ 2-3 ഡ്രോപ്സ് ഓഫ് ഹണി, ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഹണി നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അലോവേറ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ ഹെയറിന് നല്ല രീതിയിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ ഡാൻഡ്രഫ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫേസിൽ നമ്മളെപ്പോഴും ഹണി കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ ഫേസിലുണ്ടാകുന്ന ആ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചെറുനാരങ്ങ നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യരുത്, തേനിൻ്റെ കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലത്തെ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ അലോവേറ ജെല്ലും കൂടി ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിൽ കൊളാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നിനാണെങ്കിൽ ആൻറ്റി ഏജിങ് നല്ല രീതിയിലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെ ഡയറ്റിലോട്ടേക്ക് നമ്മളെപ്പോഴും കൺസ്യൂം ചെയ്യുന്നത് നല്ലതാണ്. അപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല, കൺസ്യൂമും ചെയ്യുക എപ്പോഴും നാരങ്ങൻ്റെ വെള്ളം. നാരങ്ങൻ്റെ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഭക്ഷണത്തിൻ്റെ 1-2 മണിക്കൂർ കഴിഞ്ഞ ശേഷം വേണം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇനി രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അസിഡിക് റിയാക്ഷനുള്ള സമയത്ത് ഒരുപാട് നമ്മൾ ആഡ് ചെയ്യരുത്, അല്പം നമ്മൾ ആഡ് ചെയ്യുക. അതിലൂടെ നമുക്ക് ചിയാ സീഡ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അല്പം ഹണിയും. ഹണി എപ്പോഴും കിട്ടുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഹണി വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അതായത് നാടൻ തേന്. ഇനി അതുപോലെ തന്നെ അലോവേറ ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന അലോവേറ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ രണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഫക്ട്സ് ആണ് ഉണ്ടാവുന്നത്. ഹണിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ജാഗരിയാണ് നമ്മുടെ ശരീരത്തിലോട്ടേക്ക് കയറുന്നത്. അത് പിന്നീട് ഷുഗർ ലെവൽ കൂടാൻ സാധ്യതയാവും. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം തേന് എപ്പോഴും മോഡറേറ്റ് ലെവലിൽ വേണം നമ്മൾ എന്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഗുണമാണ്, അതായത് നമ്മളെ അനീമിക് ആയിട്ടുള്ള വ്യക്തികൾക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് എന്തുണ്ടാവും, ഈ അയൺ കണ്ടൻറ്റ് എബ്സോർപ്ഷൻ, അതായത് അയൺ കണ്ടൻറ്റിനെ എബ്സോർപ്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ വൈറ്റമിൻ സി വേണം നമ്മൾ അയൺ കണ്ടൻറ്റ് എബ്സോർബ് ചെയ്യേണ്ടെങ്കിൽ. അപ്പോൾ വൈറ്റമിൻ സി കുറവാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ അയൺ എബ്സോർപ്ഷനും കുറവായിരിക്കും. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കൂടണ്ടെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ എബ്സോർപ്ഷനും കൂടുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ബ്ലഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ്
ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടാവും, അതെന്തായാണെങ്കിലും നമ്മൾ വെജിറ്റബിൾസിൽ അല്പം ലെമൺ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിലും നമ്മൾ അല്പം ലെമൺ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് വൈറ്റമിൻ സി നമുക്ക് കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ അബ്സോർപ്ഷനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും വെജിറ്റബിൾസ് കഴിക്കുന്ന സമയത്ത് അല്ലെ അതുപോലത്തെ ഇവൻ ഫ്രൂട്ട്സ് ആണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല, അല്പം ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അയൺ ഡെഫിഷ്യൻസിയും കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയത് കൊണ്ട് തന്നെ സ്കിൻ ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി വെച്ചാൽ ഈ കിഡ്നി സ്റ്റോണുള്ള ആൾക്കാർക്ക് ലെമൺ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് സിട്രസ് ഫ്രൂട്ട്സ് വെച്ച് നോക്കുമ്പോൾ ലെമണിൽ നല്ല അളവ് തന്നെ സിട്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കിഡ്നി സ്റ്റോൺസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ആ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ യൂറിൻ്റെ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ യൂറിൻ്റെ വോളിയം കൂട്ടുന്ന സമയത്ത് കിഡ്നി സ്റ്റോൺ അതിലൂടെ തന്നെ എക്സ്ക്രീറ്റ് ആവാനും സാധ്യതയാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്താ പറയുക, ഈ പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രശ്നമുള്ള ആൾക്കാർക്ക് ഈ സിട്രസ് ഫ്രൂട്ട്സ് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ ഒരു ചെറുനാരങ്ങ. ആ ചെറുനാരങ്ങൻ്റെ വെള്ളം, അതായത് ഒരു ഹാഫ് കപ്പ് ചെറുനാരങ്ങ എടുക്കുകയാണെങ്കിൽ 6 to 7 ഗ്ലാസ് ഓഫ് വാട്ടറിലോട്ടേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഡ്രിങ്ക് ഒരു ദിവസം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മൾ ശരീരത്തിൽ നല്ല രീതിയിലാണ് കിഡ്നി സ്റ്റോൺ ഉള്ള വ്യക്തികൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോണുള്ള ആൾക്കാർ എപ്പോഴും അവരുടെ ഡയറ്റിലോട്ടേക്ക് എന്തുണ്ടാവും, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പ്രത്യേകിച്ച് ഈ ചെറുനാരങ്ങ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ്, നമ്മളെ ഹാർട്ട് ഹെൽത്തിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. ഒരു ദിവസം, അതായത് ഒരു ലെമണിൽ 30 ഗ്രാമോളം വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഡബിളാണ് നമുക്കൊരു ദിവസം ആവശ്യമുള്ളത്. അപ്പോൾ ഈ അതായത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒരുപാട് കഴിക്കുന്ന സമയത്ത് അതായത് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ബ്ലഡ് വെസൽസിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എത്രോസ്ക്ലെറോസിസ് പോലത്തെ രോഗങ്ങൾ, അതായത് എത്രോസ്ക്ലെറോസിസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽസ്, നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസ് നേരോ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡൻ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ചെറുനാരങ്ങ കഴിക്കുന്ന സമയത്ത് എന്തുണ്ടാവും, ഈ ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പ്രത്യേകിച്ച് BP കൂടിയ വ്യക്തികൾക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ചെറുനാരങ്ങേൻ്റെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഹാർട്ട് ഹെൽത്തിന് നല്ല രീതിയിലാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഹാർട്ട് പേഷ്യൻസിലുള്ളവർക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആസ്തമാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസുകൾ ഉണ്ടാവും അല്ലെങ്കിൽ അലർജി ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും, അവർക്കും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പ്രത്യേകിച്ച് ഈ ലെമൺ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അവർക്ക് ആ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം അതെങ്ങനെ കുടിക്കേണ്ടതെന്ന് വെച്ചാൽ കോൾഡ് ഡ്രിങ്ക് എടുക്കുക, ഇതിലോട്ടേക്ക് അല്പം ചെറുനാരങ്ങ ആഡ് ചെയ്യുക, അല്പം ഇഞ്ചിയും അല്പം തേനും കൂടി ആഡ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ എന്താ പറയുക ബ്ലോക്ക് ആയിട്ടുള്ള മ്യൂക്കസ് ലെയർ ബ്ലോക്ക് ആവുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലങ്സിലെ മ്യൂക്കസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം അസ്തമ ആയിട്ടുള്ള പേഷ്യൻസിന് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഒത്തിരി പേരുകൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഭയങ്കരമായിട്ട് തടിക്കുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ചെറുനാരങ്ങ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങയിൽ പോളിഫിനോൾസ് ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പോളിഫിനോൾസ് അടങ്ങിയതുകൊണ്ട് തന്നെ വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിനായിട്ട് രാവിലെ വെറും വയറ്റിൽ ഒരുപാട് ചേർക്കരുത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അല്പം ചെറുനാരങ്ങ നീര്, അതിപ്പോൾ ഒരു ഹാഫ് ടീസ്പൂൺ ആയാലും അല്ലെങ്കിൽ ഒരു 3-4-5 ഡ്രോപ്സ് ആണെങ്കിലും കുഴപ്പമില്ല, അതിലോട്ടേക്ക് അല്പം ചിയാ സീഡ്സും കൂടി ആഡ് ചെയ്തിട്ട് അത് വാം വാട്ടറിൽ കുടിക്കുകയാണെങ്കിൽ ഡൈജഷന് ഹെൽപ്പ് ചെയ്യും, ബ്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യും, വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലെമൺ ജ്യൂസ് ഓവറായിട്ട് നമ്മൾ ആഡ് ചെയ്യരുത്. എപ്പോഴും മിതമായിട്ട് വേണം നമ്മളെപ്പോഴും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈജസ്റ്റീവ് ഹെൽത്തിന് നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ബ്ലോട്ടിങ്, ഇൻഡൈജഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ധാരാളം സൊല്യൂബിൾ ഫൈബേഴ്സ് ഉണ്ടായത് കൊണ്ട് തന്നെ ഗട്ട് ബാക്ടീരിയനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഈ ഒരു വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ചെറുനാരങ്ങ കഴിക്കുന്ന സമയത്തുള്ള നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ചില ആൾക്കാർക്ക് എന്താ പറയുക ബ്ലോട്ടിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഗ്യാസ് ഒരുപാട് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ എസിഡിറ്റി ഉള്ള ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരുപാട് എടുക്കാതെ എപ്പോഴും മൈൽഡ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ വൈറസിനൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് നമ്മളെ ശരീരം പ്രൊട്ടക്റ്റ്
ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇത്രയും സമയം ചെറുനാരങ്ങൻ്റെ ഒരു ഉപയോഗങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അല്ലേ. അടുക്കളയിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു കഷ്ണം ചെറുനാരങ്ങ നിങ്ങൾ വീട്ടിൽ വെക്കുമ്പോൾ എത്ര ബെനിഫിറ്റ്സ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു അല്ലേ. അതായത് രാവിലെ വെറും വയറ്റിൽ ഒരല്പം ചെറുനാരങ്ങ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഓവറോൾ നമ്മളെ ഹെൽത്തിന് ഒത്തിരി ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ഡയറ്റിലാണെങ്കിലും നിങ്ങൾ എന്താ പറയണ്ടേ ഡെയിലി നമ്മൾ ആ ഒരു റൊട്ടീനിലോട്ടേക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡോക്ടർ സരസ്വതി, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ.